നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വേദ വിനായകനിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് വിനായകനും കൂട്ടിക്കൊണ്ട് പോവാണ്. അങ്ങനെ അവര് ഒരാളൊഴിഞ്ഞ സ്ഥലത്തേക്ക് എത്തി. അവിടെ ചെന്ന് ഇപ്പൊ വിനായകൻ ചോദിച്ചു, ഇതെന്താ വേദ ഇങ്ങോട്ടേക്ക് വന്നേ? അതോ ചോദിക്കാൻ പോകുന്ന കാര്യങ്ങളെ ഇച്ചിരി ഉഷ്ണിപ്പിക്കുന്ന വിനായകൻ ചേട്ടനെ, അതുകൊണ്ട് ഇച്ചിരി കാറ്റൊക്കെ കൊണ്ട് നമുക്ക് സ്വസ്ഥതയും സമാധാനത്തോടും കൂടി ഇരുന്ന് സംസാരിക്കാം, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നേ. വിനായകനൊന്നും മനസ്സിലായില്ല. ആ സമയത്ത് ദർശൻ വക്കീലും റിട്ടയർ CI ഹമീദ് സാറും അവിടെ മാറിയിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വേദയും വിനായനും കൂടെ അവരുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ഈ സമയത്ത് ദർശൻ പറഞ്ഞു, നിങ്ങൾ എത്തിയോന്ന് ചോദിക്കുവാണ്. ആ സമയത്ത് ഹമീദ് ചോദിച്ചു, എന്നെ മനസ്സിലായ വേദയ്ക്ക്? എനിക്ക് മനസ്സിലായി, സാറിന് ഒരു വട്ടം ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയണം. അപ്പോഴേക്കും വിനായകനോട് ചോദിച്ചു, വിനായകൻ ചേട്ടന് മനസ്സിലായി ഇത് ആരാന്ന് എന്ന് വേദ ചോദിച്ചു. ഇല്ല, ഇതാണ് റിട്ടയർ CI ഹമീദ് സാറ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിനായകനൊന്നും മനസ്സിലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴും ദർശൻ പറഞ്ഞു, ചിലപ്പോൾ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ലായിരിക്കും, അന്ന് വിക്രത്തിൻ്റെ കേസൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് ഈ സാറായിരുന്നു ഉണ്ടായിരുന്നത്. അതാണോ? അല്ല, ആ കേസൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ വിനായകൻ പറയണം. വേദ പറഞ്ഞു, അത് ശരിയാ, വിക്രം കുറ്റം സമ്മതിക്കുകയും ചെയ്തു, പക്ഷേ വിക്രമല്ല എന്നാ തെറ്റ് ചെയ്തേന്ന് പറയാണ്. വിക്രമല്ലാന്നോ? അതെന്ത് വർത്താനോ വേദ പറയുന്നേ? വിക്രമാണ് അത് ചെയ്തതെന്നുള്ള കാര്യം തെളിയുകയും ചെയ്തല്ലേ, വിക്രം കുറ്റം ഏറ്റെടുത്ത് ജയിലിൽ പോവുകയും ചെയ്തല്ലേ? അതെ, അതൊക്കെ ശരി തന്നെയാ. പക്ഷേ എങ്കിൽ വിനായകൻ ചേട്ടൻ അറിയാവോ അറിയത്തില്ലോ എന്നറിയത്തില്ല. അതിനു മുമ്പ് ഒരു കേസുണ്ടായിരുന്നു, അച്ഛൻ കൊടുത്ത കേസ്. വിക്രം പഠിക്കുന്ന കോളേജിലെ കുറേ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, കാരണം അവർ മയക്കുമരുന്നൊക്കെ കൊണ്ട് ഭയങ്കരമായിട്ട് ഉപയോഗിച്ച് അവിടെ കോളേജിൽ പ്രശ്നങ്ങളൊക്കെ സ്ഥിരമായി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ പ്രതി SP കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ അവന്മാരെ തൂക്കിയെടുത്തോണ്ട് പോയി, അവന്മാരെ അകത്ത് പോയി. അത് വിനായകൻ ചേട്ടൻ അറിയാവോ? വിനായകനൊന്നും മിണ്ടിയില്ല. ആ സമയത്ത് ദർശൻ പറഞ്ഞു, ആ സമയത്ത് ആ ഫോഴ്സിലുണ്ടായിരുന്ന ആളായിരുന്നു CI ഹമീദ് സാർ എന്ന് പറയണം. അത് കേട്ടതും വിനായകൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. അപ്പോഴേക്കും വേദ പറഞ്ഞു, അതിന് ശേഷമാണ് അച്ഛൻ്റെ ബാഗിനകത്ത് ആ മയക്കുമരുന്ന് വന്നേ. ആ മയക്കുമരുന്ന് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അതിനെക്കുറിച്ച് വിനായകൻ ചേട്ടൻ അറിയാവോ? അപ്പോൾ വിനായകൻ പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും എനിക്ക് ഓർമ്മയില്ല, ഞാനൊന്നും ഓർക്കുന്നില്ല എന്ന് പറയണം. ആയിക്കോട്ടെ, പക്ഷെ ഒരു കാര്യമുണ്ട്, അന്ന് അച്ഛൻ്റെ ബാഗിൽ നിന്ന് ആ മയക്കുമരുന്ന് പിടിക്കുന്ന സമയത്ത് അവിടെ വേറെ 2-3 പേര് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സാക്ഷിമൊഴി കൊടുക്കാനായിട്ട് 2-3 പേര് വന്നിട്ടുണ്ടായിരുന്നു, ഒരു ശ്രീകുമാറൊക്കെ. അവർ പറഞ്ഞ കാര്യം എന്താണെന്നറിയാവോ? അപ്പോഴേക്കും ദർശൻ ഹമീദിനോട് പറഞ്ഞു, അല്ല ഹമീദ് സാറേ, എന്താ അവന്മാർ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അതെ, തന്തയ്ക്ക് വെച്ചത് മോന് കൊണ്ടെന്നാ പറഞ്ഞതെന്ന്. ഇത് കേട്ടപ്പോൾ വിനായകൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ആ സമയം വേദ പറഞ്ഞു, അവർ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വിനായകൻ ചേട്ടന് മനസ്സിലായോ? എനിക്കങ്ങനെ മനസ്സിലാവാനാ, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയണം. അതിനർത്ഥം ഇവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല വിക്രം നിരപരാധിയാണ്, മനസ്സിലായില്ലേ? തെറ്റ് ചെയ്തവര് വീട്ടിൽ വേറെ ഉണ്ടായിരുന്നു, അവർ മാറിയെന്ന് ഇതൊക്കെ കണ്ട് രസിക്കുന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ പാവം വിക്രം ആ കുറ്റം ഏറ്റെടുത്ത് ജയിലിലേക്ക് പോവുക ചെയ്തേ. ഇത് കേട്ടപ്പോൾ വിനായകൻ പറഞ്ഞു, അല്ല വേദ എന്തിനാ എന്നോട് ഇതൊക്കെ പറയണേ? ഇതേ വിനായകൻ ചേട്ടാ, ഇനിയെങ്കിലും ആ കുറ്റം അങ്ങ് സമ്മതിക്കുക. വിനായകൻ ചേട്ടൻ അത് ചെയ്തെന്നുള്ള ഞാൻ അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടൊന്നുമില്ല. വെറുതെ കള്ളത്തരം പറയണ്ട. ഇതേ ഞങ്ങൾക്കും അറിയാം, വിനായകൻ ചേട്ടനും അറിയാം വിനായകൻ ചേട്ടൻ ആ തെറ്റ് ചെയ്തതെന്നുള്ള കാര്യം. പിന്നെ വിക്രം ആരുടെ മുന്നിൽ അതൊന്നും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വിക്രത്തിന് നന്നായിട്ടറിയാം, കാരണം തെറ്റ് ചെയ്ത ആൾ ആരാന്നും വിക്രത്തിനും അറിയാം. അതുകൊണ്ട് മാത്രമാണ് വിക്രം ആ കുറ്റം ഏറ്റെടുത്ത് അച്ഛനെ ജയിലിലേക്ക് പറഞ്ഞു വിടാതിരിക്കാൻ വേണ്ടിയിട്ട് വിക്രം തന്നെ പോയത്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിനായകൻ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോഴേക്കും ദർശൻ വക്കീൽ പറഞ്ഞു, സാരമില്ല വേദേ, വിനായകൻ പറയുന്നില്ലെങ്കിൽ പ്രശ്നമില്ല, ഇനിയാണെങ്കിലും ഒരു FIR ഇട്ട് ആ കേസ് ഒന്ന് പുനരന്വേഷിക്കാവുന്നുള്ളൂ. അപ്പോഴേക്കും വിനായകൻ പറഞ്ഞു, അല്ല അതിന് വിക്രം പറഞ്ഞിട്ടുണ്ടോ വിക്രം അല്ല ആ തെറ്റ് ചെയ്തതെന്നുള്ള കാര്യം? വിക്രം പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെന്താ വേദേ? അതാണോ വിക്രത്തെ കൊണ്ട് മാറ്റി പറയിപ്പിക്കാനാണ് ബുദ്ധിമുട്ട്? വിക്രം നാളെ ചിലപ്പോൾ പറയും, ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ല, അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ആ തെറ്റ് ഏറ്റെടുത്താന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയതായിട്ടൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടല്ലോ, യഥാർത്ഥ പ്രതികൾ കുടുങ്ങുമെന്ന് പറയാം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ദർശൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങനെ ചെയ്യാം, അതല്ലേ വേറെ നല്ലതാ. ശരിയാ, ഒരു പുതിയ കേസ് ഫയൽ ചെയ്യാം, കേസ് ഫയൽ ചെയ്ത് റീഓപ്പൺ ചെയ്യാം ഈ കേസ്. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമാവും എന്നും പറഞ്ഞുകൊണ്ട് അവർ പോകാനായിട്ട് ഒരുങ്ങുവാണ്. ഈ സമയത്ത് വേദദർശനോട് പറഞ്ഞു, അല്ല ദർശൻ കാരണല്ലേ വന്നേ, എന്നെ കൂടെ അവിടെ ഡ്രോപ്പ് ചെയ്തേക്കാന്ന് ചോദിക്കുക. അതിനെന്താ, ഞാൻ വരാന്ന് കൊണ്ടാന്ന് പറയണേ. അങ്ങനെ അവരങ്ങോട്ട് തിരിഞ്ഞു നടന്നു. അപ്പോഴേക്കും വിനായകൻ ആകെപ്പാടെ ഞെട്ടിപ്പോയി. വിനായകൻ വേദയെ വിളിച്ചു,
വേദ ഒരു മിനിറ്റ് എന്ന് പറയണം. വേദ തിരിഞ്ഞു നിന്നു. വേദയ്ക്ക് അറിയാം വിനായകൻ വന്ന് ചൂണ്ടയെ കൊത്തും എന്നുള്ള കാര്യം. കാരണം വിനായകനെ ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ വേദയുടെ ഇവരുടെയൊക്കെ സഹായം കൂടിയേ മതിയാകൂ. അപ്പോഴേക്കും വേദ വിനായകൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, എന്താ വിനായേട്ടാന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് വിനായകൻ പറഞ്ഞു, അതെ വേദ, എന്താ കാര്യം എന്താ വെച്ചാൽ പറ, എന്നെ കൊലയ്ക്ക് കൊടുക്കരുത്. അല്ല എന്താ വിനായകൻ ചേട്ടാ അങ്ങനെ പറയണേ? അല്ല അത് പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. അബദ്ധോ? എന്തബദ്ധം? കാര്യം എന്താ വെച്ചാൽ പറ. അല്ല വിനായകൻ ചേട്ടൻ കാര്യം പറയായിരുന്ന ഞങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും വിനായകനുള്ള സത്യങ്ങളൊക്കെ തുറന്നു പറയാണ്. അത് പിന്നെ വേദ, അച്ഛൻ റിട്ടയർ ആകുന്നതിന് കുറച്ച് ദിവസം മുമ്പ് വിക്രം അടിയുണ്ടാക്കിയ ആ പയ്യനെ എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടോ അന്ന് കോളേജിൽ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കാര്യം അത് വേദയ്ക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അതിൻ്റെ പേരിലാണ് ഈ മയക്കുമരുന്ന് കേസ് ഉണ്ടായെന്ന് വേദയ്ക്കറിയാം. പക്ഷെ എന്താ എങ്ങനെയാണെന്ന് വേദയ്ക്ക് അറിയത്തുണ്ടായിരുന്നില്ല. അപ്പോഴാണ് വിനായകൻ അതിനെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ അവൻ വന്ന് എന്നെ കണ്ടു. ഈ സമയത്ത് ആകെപ്പാടെ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുമായിരുന്നു. ഒരു 10 ലക്ഷം രൂപ സ്ഥലക്കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആ പടം തകർന്ന് നിൽക്കുന്ന സമയമായിരുന്നു. എങ്ങനെ ആ പണം ഉണ്ടാക്കണമെന്ന് എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ വന്ന് എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു. അച്ഛൻ പഠിപ്പിക്കുന്ന സ്കൂളിലെ കുട്ടികളിൽ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന്. അവർ ചിലർ ക്യാരിയറാണ്. അപ്പം മയക്കുമരുന്ന് എന്നിട്ട് പറഞ്ഞു ഇത് അവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് പണം ഉണ്ടാക്കാനായിട്ട് വേറൊരു മാർഗ്ഗമില്ല. ആ സമയത്ത് അവർ ഓഫർ ചെയ്ത തുക കണ്ട് ഞാൻ ഞെട്ടി. അഡ്വാൻസ് ആയിട്ട് എനിക്ക് കുറച്ച് തുകയും തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് സന്തോഷമായി. അങ്ങനെ ഞാൻ സ്കൂൾ പരിസരത്ത് കറങ്ങി നിരച്ച് നടന്നു. പക്ഷേങ്കിൽ എനിക്കത് അവർക്ക് കൈമാറാനായിട്ട് സാധിച്ചില്ല. അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ റിട്ടയർ ആകുന്നതിൻ്റെ തലേ ദിവസം അവൻ വീണ്ടും എന്നെ കാണാൻ വേണ്ടി വന്നിട്ട് പറഞ്ഞു, അത് ഇതുവരെയായിട്ടും കൈമാറാൻ പറ്റിയിട്ടില്ല, ഒരു കാര്യം ചെയ്യുക, അത് അച്ഛൻ്റെ ബാഗ് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് സ്റ്റാഫ് റൂമിൽ നിന്ന് എടുക്കാനുള്ള പരിപാടികളൊക്കെ അവന്മാർ നോക്കിക്കോളാന്ന് അവിടുന്ന്. അവന്മാരത് അവിടുന്ന് എടുത്തോളാന്ന് പറഞ്ഞു. അതിനുള്ള ആൾക്കാരൊക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാനത് വിശ്വസിച്ചു. അതാ ശരിക്കും നടന്ന്. പക്ഷെ എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല അല്ലാതെ ഇങ്ങനെയൊന്നും നടക്കുമായിരുന്നു അറിയത്തുണ്ടായിരുന്നില്ല. അത് കേട്ടതും ഹമീദ് എന്നിട്ട് കാരണം തീർത്ത് ഒറ്റ ഒരെണ്ണം കൂടി കൊടുക്കുവാണ് വിനായകൻ്റെ. എടാ കുഞ്ഞു കുട്ടികളെ ആണോടാ നീ എൻ്റെ കളി? അവരെ നീ ബോധം കെടുത്താനാണോ ശ്രമിച്ചുകൊണ്ടിരുന്നേ? സാറേ പറ്റിപ്പോയി പോലും ഒരക്ഷരം പോലും നീ മിണ്ടരുത്. ഇപ്പം നിന്നെ തൂക്കിയെടുത്ത് അകത്തുകൊണ്ടേ ഉണ്ട്. അറിയാവോ നീ ചെയ്ത തെറ്റ് എത്ര വലിയ തെറ്റാന്ന് നിനക്കറിയാവോ? അപ്പോഴേക്കും വേദ പറഞ്ഞു, വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം എനിക്ക് വേണ്ട ഒരു കാര്യം മാത്രമാണ്, ഈ കുറ്റം എന്താണെങ്കിലും എല്ലാവരും അറിയണമെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിനായകനൊന്നും ഞെട്ടി. ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദിനിയും ഞാനും തമ്മിലുള്ള ജീവിതം തീരും. എന്നെ എല്ലാവരും കൂടെ കൊല്ലാക്കൊല്ല ചെയ്യും. ദൈവത്തെ ഓർത്ത് ഇതാരോടും പറയരുത് വേദ പറഞ്ഞു. വിനായകൻ ചേട്ടൻ ഇപ്പോഴും സന്തോഷത്തോടെ കഴിയണമല്ലേ? ഇതിൻ്റെ പേരിൽ വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്, വിക്രം. എല്ലാവരും കണ്ണി തെറ്റുകാരനായിട്ട് എല്ലാവരും ഇപ്പോഴും വിനായകനെ ആ കുറ്റക്കാരനായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഒരു തെറ്റും ചെയ്യാതെയാണ് ആ കുറ്റം ഏറ്റെടുത്ത് ഇപ്പോഴും നീറി കഴിയുന്നത്. വിക്രത്തിന് നന്നായിട്ട് ആരാത് ചെയ്തതെന്നുള്ള കാര്യം. പക്ഷെ ഇപ്പോഴും വിക്രം അത് പുറത്തൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് തെളിയിക്കണം. വേറെ ആരുടെ മുന്നിൽ തെളിയിച്ചിട്ടില്ലെങ്കിലും എനിക്ക് അച്ഛൻ്റെ അമ്മയുടെ മുന്നിലെങ്കിലും ഈ കാര്യങ്ങൾ തെളിയിക്കണം. അച്ഛനോടെങ്കിലും വിനായകൻ ചേട്ടൻ ഇത് സത്യം തുറന്നു പറയണം. ഉള്ള കാര്യങ്ങൾ വേറെ ആരും കേൾക്കെ പറയണമെന്നില്ല. അച്ഛനെങ്കിലും വിക്രത്തിന് നിരപരാധിത്വം അറിയണം. ഇത് കേട്ട വിനായകനൊന്നും മിണ്ടിയില്ല. അതിനുള്ള സമയം സന്ദർഭം എപ്പോഴാണെന്ന് ഞാൻ പറയാം. വിനായകൻ ചേട്ടൻ വന്ന് പറഞ്ഞേ മതിയാവുള്ളൂ എന്ന് പറയണം. അതും പറഞ്ഞിട്ട് വേദ ദർശനെ ഹമീദ് സാറിനെയും കൂടെ കൂട്ടി അങ്ങോട്ട് പോയി. വിനായകൻ ആകെപ്പാടെ വല്ലാതെ പോയി. വിനായകൻ അവിടെ നിന്ന് പൊട്ടിക്കരയുവാണ്. കുറേ സമയം കഴിഞ്ഞപ്പോൾ വിനായകനെയും കൂട്ടിക്കൊണ്ട് വേദ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒരു ഓട്ടോറിക്ഷ വന്ന് ഇറങ്ങുന്ന നന്ദിനി കണ്ടു. നന്ദിനി സിറ്റ് ഔട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് കയറി വന്നു. ഈ സമയത്ത് വേദ വിനായകനോട് പറഞ്ഞു, അപ്പം പറഞ്ഞ പോലെ തന്നെ എല്ലാം ശരി എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. ഇതെന്താ ഇവള് പറഞ്ഞിട്ട് പോയത് എന്ന് നന്ദിനി ഓർത്തു. നന്ദിനി ചോദിച്ചു, എന്താ വിനായേട്ടാ അവള് പറഞ്ഞിട്ട് പോയത്? എന്ത് പറഞ്ഞിട്ട് പോയി? ഒന്നും പറഞ്ഞില്ല. വെറുതെ എൻ്റെ അടുത്ത് കള്ളത്തരം പറയണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ തമ്മിൽ എന്തോ ഡീലിങ്സ് ഉണ്ട്. ഡീലിങ്സ്? എന്ത് ഡീലിങ്സ്? പിന്നെ നിങ്ങൾ രണ്ടുപേരും എങ്ങനെ ഒരുമിച്ച് വന്നേ? അതോ, ഞാൻ വരുന്ന വഴിക്ക് അവളെയും കണ്ടു, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങോട്ട് പോന്നു. അത് വെറും കള്ളത്തരം. അതെ, വൈകുന്നേരം ഒന്ന് കാണണമെന്ന് വേദ പറയുന്നത് ഞാൻ കേട്ടായിരുന്നല്ലോ. അപ്പം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കണ്ട് എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് വന്ന ഞാൻ അറിയാൻ പാടില്ലാത്ത എന്തോ ഒരു കാര്യമാണ്. എന്ത് കാര്യമാണെങ്കിലും എന്നോട് മര്യാദയ്ക്ക് പറഞ്ഞു. പിന്നെ ഒരു കാര്യമില്ലെന്ന് പറഞ്ഞില്ലേ? അവളെൻ്റെ അനുജൻ്റെ ഭാര്യയല്ലേ? അപ്പം ഞാൻ അവളും കൂടെ ഒരുമിച്ച് പോന്നു, അത്ര മാത്രമേ ഉള്ളൂ. ദേ എൻ്റെ അടുത്ത് വെറുതെ മുട്ടായിത്ത് വർത്താനമായിട്ട് വന്നേക്കരുത്. സത്യം പറയേ വിനയേട്ടാ, എന്താന്ന് ചോദിക്കണം. നന്ദിനി,
നിന്റെ തലയ്ക്ക് ഓളമാണ്. കുശുമ്പും കുന്നായ്മയും എല്ലാം ഓർത്തോർത്തിരുന്ന് ഓളമാ. അതെ, തൊടിയെന്ന് വല്ല നെല്ലിക്കാൻ പറിച്ച് നെല്ലിക്കാതളം നിന്റെ തലയ്ക്ക് വെക്കണം. ഒന്ന് പോയിക്കോ അവിടുന്ന് എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങനെ അകത്തേക്ക് കയറിപ്പോയി. എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ. അതങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് നന്ദിനി ഉദ്ദേശിച്ചിട്ടില്ല. എന്താണെന്നറിയാൻ തന്നെ നന്ദിനി തീരുമാനിച്ചു. പിന്നീട് അടുക്കളയിൽ ശ്രീജയും കമലയൊക്കെ തിരക്കിട്ട് ജോലിയാണ്. അപ്പോഴേക്കും വേദ അങ്ങോട്ടേക്ക് വന്നു. നന്ദിനി ഉണ്ടായിരുന്നു അവിടെ. വേദ വന്നിട്ട് ശ്രീജയോട് ചോദിച്ചു, അല്ല പറഞ്ഞോ ശ്രീജയെടുത്തി ആ സന്തോഷ വാർത്ത? ഇല്ല, വേദയും കൂടെ വന്നിട്ട് പറയാമെന്ന് കരുതി. നന്ദിനി ഓർത്ത് എന്തായിരിക്കും. അപ്പോഴേക്കും വിനായകനും വരുവാണ്. ഈ സമയത്ത് മാഷിന് കൊണ്ട് ചായ കൊടുത്തു. കമല മാഷോടെ ഉണ്ടായിരുന്നു. വേദയോട് ചോദിച്ചു, മോൾക്കൊരു ഗ്ലാസ് ചായ തട്ടേന്ന് ചോദിച്ചു. എടുക്കാൻ പറയണം. അപ്പോഴേക്കും ശ്രീജ പറഞ്ഞു, അതെ ഒരു കാര്യമുണ്ട്, എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കമല ചോദിച്ചു, സന്തോഷ വാർത്തയോ? ആ സമയത്ത് വേദയാണ് ആ കാര്യം പറയണേ. അതെ, ശ്രീജ അടുത്ത് പുതിയ ബിസിനസ് യൂണിറ്റ് തുടങ്ങാൻ പോവാന്ന്. ബിസിനസ് യൂണിറ്റോ? അതേ അമ്മേ, ഈ കറി പൗഡറുകളും അച്ചാറുകളും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഈ കറി പൗഡറൊക്കെ ഈ മല്ലി മുളകൊക്കെ മേടിച്ച് പൊടിപ്പിച്ച് ഈ കടകളിൽ കൊണ്ട് ചെറിയ ചെറിയ പാക്കറ്റുകളാക്കി കൊടുക്കുന്നേ. ആഹാ, അത് കൊള്ളാലോ, ഭയങ്കര സന്തോഷമായി. അപ്പോഴേക്കും മാഷും അങ്ങോട്ട് എഴുന്നേറ്റ് വന്നു. ഈ സമയത്ത് വേദ പറഞ്ഞു, ഞങ്ങൾ ബാങ്കിൽ പോയിട്ടുണ്ടായിരുന്നു. ബാങ്കിൽ പോയി ലോണിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. ബാങ്ക് മാനേജർ ലോണിന്റെ കാര്യങ്ങളൊക്കെ 2 ആഴ്ചക്കുള്ളിൽ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ബിസിനസ് തുടങ്ങാന്ന് പറയണം. മാഷ് പറഞ്ഞു, ആഹാ, അതൊരു നല്ല കാര്യം തന്നെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതേ ശ്രീജയ്ക്ക് കര കയറാനായിട്ട് പറ്റുമെന്ന് പറയണം. മാഷിന് സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു, കൊള്ളാം, ഈ കറി പൗഡറൊക്കെ പൊടിക്കുകയോ അരയ്ക്കുകയോ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അത് കൊണ്ട് മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കണ്ടേ, ഇത് വിൽക്കാനും വേണ്ടേ. വിറ്റില്ലെങ്കിൽ ഇത് നഷ്ടക്കച്ചവടമാവും. ഒടുവിൽ കമ്പനിയും പൂട്ടി വീട്ടിൽ ഇരിക്കേണ്ടതായിട്ട് വരും. ആ സമയത്ത് വിനായകൻ നന്ദിനി ഒന്ന് തോണ്ടുവാണ്. അപ്പോഴേക്കും വേദ ഇങ്ങനെ നോക്കി നന്ദിനി ഒന്ന് രൂക്ഷമായിട്ട് നോക്കുവാണ്. ഭയങ്കര സങ്കടമായിപ്പോയി ശ്രീജയ്ക്കും. കാരണം ആദ്യം തന്നെ നന്ദിനി ഇങ്ങനെ നെഗറ്റീവ് അല്ലേ പറയണേ. അപ്പോഴേക്കും മാഷ് പറഞ്ഞു, അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട ശ്രീജയ്, അതൊക്കെ അതിൻ്റെതായി മുറക്കി നടന്നോളും. എന്താണെങ്കിലും ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതെന്താണെങ്കിലും കടയിലൊക്കെ കൊണ്ടുപോയി വിറ്റഴിക്കാൻ പറ്റും. ആദ്യം ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചെറിയ ചെറിയ കടകളിലൊക്കെ കൊടുക്കണം. പിന്നെ അതിങ്ങനെ അടുത്തുള്ള കടകളിലേക്ക് മാറ്റണം. അറിയാലോ, ആദ്യം എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് തുടങ്ങുന്നത്. ചെറുതായിട്ടൊരു സംരംഭം തുടങ്ങും, പിന്നെയാണ് അത് പടർന്ന് പന്തലിക്കുന്നത്. അപ്പോഴേക്കും ശ്രീജ പറഞ്ഞു, അത് വിശ്വേട്ടനെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല, അവനും കൂടെ സഹായിക്കാമെങ്കിൽ പ്രശ്നമില്ല. വിശ്വേട്ടൻ കടകളിൽ കൂടെ ഒക്കെ കൊണ്ടുപോയി കൊടുത്താളാന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ നന്ദിനിക്ക് ഒട്ടും അതും കൂടെ സഹിച്ചില്ല. കാരണം ഇവർ ക്ലച്ച് പിടിച്ച് പോയാലോ, അല്ലെങ്കിൽ എങ്ങനെ ബിസിനസ്സൊക്കെ തുടങ്ങിയവർ ആര് ക്ലച്ച് പിടിക്കാനായിട്ടാ? എല്ലാവരും തകർന്നു പോയിട്ടുള്ളൂ. മാഷ് പറഞ്ഞു, നമ്മൾ അങ്ങനെ തകർന്നു പോവരുത്. ഇപ്പം ഞാനാണെങ്കിൽ ഒരു വാഴയ്ക്ക് തടവെടുക്കുന്ന സമയത്ത് അത് കൊലച്ച് അതിൻ്റെ ലാഭം എത്രയാണെന്ന് നമ്മൾ മനസ്സിൽ കാണും. അതോടൊപ്പം തന്നെ അത് കൂമ്പടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നഷ്ടം അതൊക്കെ കണക്കാക്കിയിട്ട് വേണം ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട്. കാരണം തകർന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നഷ്ടം എന്താണെന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. എല്ലാം നമ്മൾ മുൻകൂട്ടി കാണണം. അപ്പോഴേക്കും വേദ പറഞ്ഞു, അതെ കുറച്ച് പൈസ ലോൺ കിട്ടും, പക്ഷെ മൊത്തം എടുത്ത് ഇപ്പം ബിസിനസ് തുടങ്ങുന്നില്ല. കുറച്ച് പൈസ മാത്രം എടുത്ത് തുടങ്ങും. പിന്നെ അത് ക്ലച്ച് പിടിക്കുവാണെങ്കിൽ മാത്രം വേറെ എവിടെയെങ്കിലും റൂമും കൂടെ എടുത്ത് മാറിയാൽ മതിയല്ലോ. കമൽ പറഞ്ഞു, സൂപ്പറായിട്ടുണ്ട് മോളെ, എനിക്കിഷ്ടപ്പെട്ടു. മാഷ് പറഞ്ഞു, ഇന്നൊരു സന്തോഷമുള്ള ദിവസമാണല്ലോ. അപ്പോഴേക്കും വിക്രം കൂടെ ഇങ്ങോട്ട് വരുവാണ്. ആ സമയത്ത് വേദ പറഞ്ഞു, അത് മാത്രമല്ല വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതെന്താന്ന് പെട്ടെന്ന് കമൽ ചോദിച്ചു. ഇന്ന് തേറാട്ട് ശ്രീധരൻ സാറിൻ്റെ വക്കാലത്ത് ഞാൻ ഏറ്റെടുത്ത് ശ്രീനിവാസന് ഞാനൊരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അച്ഛൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കണം. ഇനി ഞാൻ അയാളുമായിട്ടാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്. അപ്പോഴേക്കും ഒരു നിമിഷം ആലോചിച്ചു. മാഷ് പറഞ്ഞു, അതെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാനിവിടെ ആ പേര് പറഞ്ഞ് കുറേ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നിയമപോരാട്ടം ഇതുവരെ ഇവിടെ നടത്തിയിട്ടില്ല. നിയമത്തിൻ്റെ പിൻബലം വേദ ഒരു വക്കീലായതുകൊണ്ട് ഉറപ്പായിട്ടും ജയിക്കാനായിട്ട് സാധിക്കും. എനിക്കറിയാം, നിന്നെ കൊണ്ട് അതിന് സാധിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ സൂക്ഷിച്ച് വേണം മോളെ മുന്നോട്ടുള്ള ഓരോ ചുവടുവെപ്പും. കാരണം ഒത്തിരി മനുഷ്യന്മാരുടെ കണ്ണീര് കണ്ടതാണ് ഈ പറയുന്ന ശ്രീനിവാസന്. അതുകൊണ്ട് മോള് സൂക്ഷിച്ചു വേണം. ഈ സമയം വിക്രം ഇതെല്ലാം കേട്ടോണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. വിക്രം ഒന്നും മിണ്ടിയില്ല. അങ്ങനെ വേദ അങ്ങോട്ടേക്ക് മുറിയിലേക്ക് പോയി. ആ സമയത്ത് കമലയോടും അവിടെ നന്ദിനിയും വിനായനും ശ്രീജയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കേൾക്കാനായിട്ട് മാഷ് കമലയോട് പറഞ്ഞു, കമലേ, അന്ന് നീ ഇവളുടെ കൈ പിടിച്ച് കയറ്റുമ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയാവോ, ഈ വീടിൻ്റെ വിളക്കാണ് ഇവളെന്ന് വേദ. അപ്പം അത് എത്ര പ്രാവർത്തികമായി നോക്കിയേ. ശരിക്കും പറഞ്ഞാൽ അവൾ ഈ വീടിൻ്റെ ഇപ്പോൾ വിളക്ക് തന്നെയാണ്. അവൾ വന്നതിന് ശേഷമല്ലേ എല്ലാം നന്നാകും, എല്ലാം ശരിയാവും എന്ന് എനിക്കൊരു പ്രതീക്ഷ ഇപ്പോഴുണ്ട്. അതും പറഞ്ഞ് മാഷം കൊണ്ട് പോയി. കമലയ്ക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ പിന്നീട് കാണിക്കുന്ന ശ്രീകാന്തും ശങ്കരനാരായണനും എല്ലാവരും കൂടി ഒന്ന് ആഹാരം കഴിക്കാൻ തുടങ്ങുവാണ്. ആ സമയം ദീപ്തി പറഞ്ഞു, എന്നാലും ചേച്ചി ഇത്ര പെട്ടെന്ന് വക്കീലാവുന്നൊക്കെ നമ്മൾ പ്രതീക്ഷ ഇല്ലല്ലോ. കൂടിപ്പോയ 6 മാസം, 6 മാസത്തിനുള്ളിൽ ചേച്ചി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്നിട്ട് വാദിക്കാനായിട്ട് തുടങ്ങും.
അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ശ്രീകാന്ത് പറഞ്ഞു, ഓ അതുകൊണ്ട് എന്താ ഇപ്പം, എത്ര വാദിച്ചെന്ന് പറഞ്ഞാലും ആ ഗുണ്ടയുടെ ഭാര്യ എന്നല്ലേ അവൾ അറിയപ്പെടുന്നേ. അല്ല അതിനിപ്പോൾ എന്താ ശ്രീയേട്ടാ, ഗുണ്ടയുടെ ഭാര്യ എന്ന് പറഞ്ഞ് നമ്മളെ ആരെങ്കിലും ചോദ്യം ചെയ്യാൻ വരുന്നുണ്ടോ? ഇല്ലല്ലോ. ചേച്ചി പോയിട്ട് ഈ ഡിസംബർ 23-ാം തീയതി വരുമ്പോൾ 1 വർഷമാകാൻ പോവാ. ചേച്ചി ഇന്ന് വരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. അവിടുത്തെ ഓരോ കുറ്റങ്ങളൊന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ലോ. പിന്നെ നിനക്ക് അതൊക്കെ പറയാം. മനുഷ്യന്മാരുടെ മുന്നിൽ ഇവിടെ തല കുനിച്ചിരിക്കേണ്ട ഗതികേടാ. എന്തിനാ തല കുനിച്ചിരിക്കുന്നേ? തല ഉയർത്തി പിടിച്ച് തന്നെ നടന്നാൽ മതിയെന്ന് ദീപ്തി പറഞ്ഞു. അതിന് തല കുനിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, നിനക്ക് അങ്ങനെയൊക്കെ പറയാം. ഓരോ സമയത്തും അവൾ ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടുന്നതാണ് എനിക്ക് തന്നെ നല്ല ദേഷ്യം വരുന്നുണ്ട്. ദീപ്തി പറഞ്ഞു, ഇനി ഇപ്പം അതിനെക്കുറിച്ചൊന്നും ശ്രീയേട്ടൻ പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് അറിയാവോ വെച്ചാ, കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായില്ലേ, ചേച്ചിയുടെ ഭാഗം എന്താണെന്ന് വെച്ചാൽ അത് കൊടുത്ത് ചേച്ചീനെ അങ്ങ് വിട്ടേക്കുക. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്തിൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ശ്രീകാന്ത് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലല്ലോ അത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.